ഗൈസ് ഒരു ലോങ് വീഡിയോ ചെയ്താൽ അത്രയ്ക്ക് ലോങ് വീഡിയോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിക്കാണ്ട് കാണും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നാട്ടിലുമ്മ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ കേട്ടോ. പിന്നെ ഇതിന് പ്ലാവ് വിളിക്കണം, പ്ലാവിൻ്റെ തൈ വിളിക്കണം അറിയില്ല. എന്തായാലും 3-4 ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മ കണ്ടാൽ എന്നെ കൊല്ലും കേട്ടോ. കാരണം അങ്ങനെ ആരെങ്കിലും കണ്ണിച്ചിട്ടെങ്ങാനും കേടായി പോയാലോ. പിന്നെ ഇത് ഗോതമ്പ് ചോറ് കേട്ടോ. നല്ല നെയ്യും തേങ്ങയും പഞ്ചാരയൊക്കെ ഇട്ടുണ്ടാക്കിയ ഗോതമ്പ് ചോറാട്ടാ. പിന്നെ നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പം ഉമ്മ എനിക്ക് ചക്കയൊക്കെ വിട്ട് തന്നു. അതൊക്കെ അങ്ങനെ തിന്നു. നൈറ്റ് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ മന്തി, വേറെ എന്ത് മന്തി തന്നെ. അപ്പം ഞാനും ഉപ്പയും മീൻ കൂടി ആയിട്ട് പോകണം. അനിയന്മാരും നാട്ടിലില്ല, അവർക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ വണ്ടി പോയി. അവിടെ ഫുഡൊക്കെ പറഞ്ഞ് ഫുഡ് വരാൻ കുറച്ച് ടൈം എടുത്തപ്പോൾ ഞാൻ ഈ സോസ് വെച്ച് കണ്ട് ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരുമ്പോൾ ഇപ്പനോടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ ആര് നിൽക്കണത് ഇതാ ഇന്നെ നോക്കിക്കണ്ട് ഈ കരഞ്ഞോണ്ട് നിൽക്കണുണ്ടല്ലോ എൻ്റെ ഉമ്മനെ മിട്ടുമോനാട്ടോ, മിട്ടുപൂച്ച. ഇവനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇവൻ ഇവിടുത്തെ മെയിനാട്ടോ. ഞങ്ങളെങ്കാട്ടും എൻ്റെ അമ്മക്ക് ഇഷ്ടം ഇവനോടാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനല്ലേ എപ്പോഴും വീട്ടിലുള്ളത്, ഞങ്ങൾ വീട്ടിലില്ലല്ലോ. ഞങ്ങളിതുപോലെ മാസത്തിൽ 1-2 വട്ടക്കല്ലേ നാട്ടിൽ പോകുള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ കാവൽക്കാരനാട്ടോ ഇവന്. അതുകൊണ്ട് തന്നെ ഇവന് ഇമ്മാനെ കണ്ടിട്ടുള്ള ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇമ്മ വന്നൊന്ന് നിന്നാൽ മാത്രമേ ഇവൻ്റെ കരച്ചിലൊന്നും നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഓനെ ഓരോന്ന് പറഞ്ഞ് പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ട് ഓങ്ങനെ മിണ്ടാതെ തെറ്റി നിൽക്കുകയാണ് കേട്ടോ എന്നോട്. ഓനോട് മിണ്ടണ്ട, ഓനോട് മിണ്ടിട്ടില്ല പിന്നെ എനിക്കെന്താ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഇന്നെ ഇരിക്കാനൊന്നും സമ്മതിക്കണില്ല. ഇങ്ങനെ വന്നിക്കാണ്ട് അവൻ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ നിൽക്കുക. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇതിൻ്റെ ഉമ്മാൻ്റെ വേറൊരു പെറ്റാണ് കേട്ടോ, മിന്നു തത്തമ്മ. അപ്പോൾ ഓക്കും ചക്ക കൊടുത്തിക്കണം കേട്ടോ അമ്മച്ചി. അപ്പോൾ അവളത് തിന്നുകയാണ്. ഇതിനെ കൊണ്ടുവന്നത് എൻ്റെ അനിയനാണെങ്കിലും നോക്കണത് ഉമ്മ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളെ ചിക്കുവിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് നല്ല ഒരു 4-5 കായ് കിട്ടി കേട്ടോ, ചിക്കു കിട്ടി. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചു കേട്ടോ. കൊണ്ടുപോകാമല്ലോ, നാളെ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതാരാ, ഇത് ഓൻ്റെ കാമുകി, ആര്, മിട്ടുമോൻ്റെ കാമുകി. പിന്നെ ഇന്ന് ഉമ്മ നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ത്രില്ലാണ്. അപ്പം ഉമ്മ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പോകാനായില്ലേ, ഞായറാഴ്ചയായി, പോകാനായി. പോണ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. വരുന്നത് ഭയങ്കര സന്തോഷത്തിൽ വരുന്നത്, പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പോയി കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കണ്ടേ. പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പം. എന്നാലും എല്ലാം കൂടെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് പോകുന്നേ, വേറെ നിവർത്തില്ല. പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ വേറെ സംഭവം കണ്ട, ഷെൽഫിൽ ഓട്ടോഗ്രാഫ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പണ്ട് എഴുതുന്നതാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെയൊക്കെ 10+2 ആ ടൈമിൽ എങ്ങാണ്ട് എഴുതിയതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ അതിൽ കോമഡി എന്ന് പറഞ്ഞാൽ വൻ കോമഡി കേട്ടോ. ഓരോരുത്തരും അംബീഷൻസ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇത്. ഞാനതിൽ എഴുതിയ ഡോക്ടർ എന്നൊക്കെ കേട്ടോ. അങ്ങനെ നല്ല ചിക്കൻ്റെയും നെയ്ച്ചോറിൻ്റെയും മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. പിന്നെ അമ്മ ചിക്കൻ പൊരിച്ച് കണ്ടോ വെക്കൽ, കറി വെക്കൽ. എനിക്ക് അങ്ങനെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കൻ പൊരിച്ച് കണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ എടുത്ത് തിന്നും, അത് വേറെ കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മനോട് വേഗം മാറ്റിയൊരുങ്ങി വരാൻ പറഞ്ഞിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ ഇനി നോക്കി തന്നാൽ നമ്മൾ ട്രെയിൻ മിസ്സാവും കേട്ടോ. അങ്ങനെ വേഗം ഫുഡൊക്കെ ഉമ്മ എനിക്ക് വിളമ്പി തന്നാൽ അതൊക്കെ വേഗം തിന്നട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ട്രെയിൻ നാളേക്കാലം കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ATMലും കയറാണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. പിന്നെ ഈ കാണുന്നത് പനങ്കയമ്പാലം കേട്ടോ. മഴ തൊട്ട് നല്ല രസം ഉണ്ടായിട്ട് കാണാൻ, ആകാശവും പാലൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിട്ട്. പിന്നെ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ, കലങ്ങി കുറച്ച് വെള്ളം അങ്ങാടിക്കാക്കി ഇട്ടുന്നുണ്ടോ. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ് കയറിയിട്ട് വേണ്ട പോകാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സൊക്കെ നോക്കി നിന്നാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊന്നും വരുന്നേ കാണാനില്ല, കൂടുതലും ബസ്സൊന്നും ഇല്ലയെന്നാണ് തോന്നണേ. പിന്നെ കുറച്ച് നേരം അവിടെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയും നിന്നു, മയം കണ്ട് അങ്ങനെയും നിന്നു. അവസാനം ബസ്സൊന്നും കേട്ടോ. അങ്ങനെ ബസ് കയറിയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത 2 ആൾക്കാരെ കണ്ടിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇത് നവ്യസ്റ്റേ, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ആട്ടോ. അപ്പോൾ വീഡിയോനെ പറ്റി കണ്ട് ഒരു നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ കൂടി വീഡിയോയിൽ ആഡ് ആക്കിട്ടോ. പിന്നെ നിലമ്പൂർ ഐഫൂട്ടിലെത്തിയിട്ട് എനിക്ക് അവിടുത്തെ ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ കാട്ടണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് വലത്തേക്കാലിൻ്റെ ആണോ ഇടത്തേക്കാലിൻ്റെ ഇതിൻ്റെ ഡിസൈൻ കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് തന്നെ ചിരി തന്നെയുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ക്രിസ്പലിൽ പോയിട്ട് ഒരു ഷേക്ക് എന്തെങ്കിലും കുടിക്കരുതി. അങ്ങനെ അവിടെ കയറി ഒരു അവകാഡോ ഷേക്ക് കുടിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായി, എനിക്കോട്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ അറിയില്ല, എനിക്കിങ്ങനെ ടിഷ്യൂ കണ്ട എനിക്കതിങ്ങനെ വാരി പെറുക്കി എടുക്കണം, അതിൻ്റെ ആദ്യമുള്ളൊരു സ്വഭാവമാണ്. അങ്ങനെ അത് കൊടുത്തിട്ടോ. പിന്നെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ പോയി കണ്ട് കുറച്ച് സാധനം വാങ്ങാണ്ടായി കേട്ടോ. ഞാൻ കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കേട്ടോ കൊണ്ടുപോകും. പിന്നെ ഇങ്ങനത്തെ ട്രോളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഉന്തിക്കൊണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കാക്കാൻ്റെ ഓട്ടോ വിളിച്ചിക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിക്കാണ്ട് ഇപ്പോൾ ട്രെയിൻ എടുക്കണം നോക്കി നിൽക്കണം. അപ്പം നേരത്തെ എത്തിയിട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് ഈ പാടുണ്ടല്ലോ, ഇത് നല്ല രസമായിട്ടോ കാണാൻ, ഭയങ്കര പച്ചപ്പാട്ടോ, നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെ നിന്ന് കാണുമ്പോൾ. പിന്നെ മഴ പെയ്ത കാരണം കുറേ വെള്ളമൊക്കെ കെട്ടി നിൽക്കണ്ടായി. അങ്ങനെ 10 മിനിറ്റ് ഷൊർണൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ട്രെയിന്. എനിക്കിവിടെ എത്തുമ്പോൾ ഞാൻ തൃശ്ശൂർ പഠിച്ച സമയത്ത് അത് ഓരോന്ന് ഓർമ്മ വരും. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ തൃശ്ശൂർക്ക് മാറി കയറില്ലായിരുന്നു ഞാൻ ട്രെയിന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ആരും ഇല്ലാത്ത കാരണം വളരെ ഷോക്കടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. സാധാരണ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഷോക്കടിച്ച് അങ്ങനെ ഇരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കും കേട്ടോ. പിന്നെ കുറേ ട്രെയിനിൽ ഇങ്ങനെ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കില്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി, കോയമ്പത്തൂരെത്തി.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വേണ്ട പോകാൻ. അപ്പോൾ ഞാൻ ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ ആൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ നേരം വിളിക്കാൻ കേട്ടോ. അങ്ങനെ അവസാനം ആൾ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത്. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ വെച്ചിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, രേഷ്മി മീൻസ്. ഞങ്ങൾ 3 ആൾക്കാരും നാട്ടിൽ പോയ വിശേഷങ്ങൾ നാളെ ഓഫീസിൽ പോകാമല്ലോ മടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവാം കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായി, നൈറ്റ് ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയെങ്കിലും റൂമൊക്കെ എത്തിക്കാണ്ട് വേഗം ഒന്ന് കുളിച്ച് ഫുഡ് കഴിച്ചൊന്ന് കിടന്നാൽ മതി എന്നുള്ള മൈൻഡോടെ കേട്ടോ പോണത്. പിന്നെതാ ഈ പോണ വയ്ക്കാണ് ഈ ഒരു പ്രതിമ. ഇത് എന്തിൻ്റെ പ്രതിമ ഇത്ര കാലമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ റൂമൊക്കെ എത്തി. ഞാൻ വേഗം കുളിച്ചിറങ്ങിയിട്ട് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വേഗം അകത്താക്കി കിടക്കാന്നുള്ളൊരു ഇതിൽ വേഗം കുളിച്ചൊക്കെ ഇറങ്ങി. അവരുടെ പാക്കറ്റ് പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് ചുട്ടെടുത്തിട്ട് അതിൽക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന കരുതി ഉള്ളി അരിഞ്ഞുകൊണ്ട് വെക്കുമ്പോഴാണ് 5 പറഞ്ഞത് അവിടെ ബീഫ് ഉണ്ട്, ഫ്രൈ ചെയ്ത ബീഫ് ഉണ്ട്. പിന്നെ ഈ ഉള്ളി വെറുതെ വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ആ പൊരിച്ച ബീഫ് എടുത്ത് കണ്ട് അയക്ക് അങ്ങോട്ട് ഇട്ട് കണ്ട് വെറുതെ അങ്ങോട്ട് ഇളക്കി. അപ്പോൾ അത് വേറൊരു കറിയായിട്ടോ. അങ്ങനെ ഞാൻ അതും 3 പൂരിയും ഒരു ബീഫിൻ്റെ ആ ഒരു റോസ്റ്റും കൂടെ എടുത്ത് കണ്ട് വേഗം കഴിച്ചു. കുറച്ച് സ്കിൻ കെയറും കൂടെ ചെയ്ത് കണ്ട് വേഗം കിടക്കണം. ഇല്ലെങ്കിൽ